പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാത്തൂൻ വീട്ടിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നാത്തൂനും അനിയത്തിമാരൊക്കെ ആയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെയും പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഉച്ച സമയമാണ്. അപ്പോൾ 4 പേരും കൂടെ 2 കുടയൊക്കെ ചൂടി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ, നല്ല തെളിഞ്ഞ ആകാശം ഒക്കെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു വിശേഷം എന്ന് വെച്ചെന്നാൽ ഈ ഞായറാഴ്ച മോളുടെ വീട് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അടുക്കള കാണൽ എന്നൊക്കെ പറയും കേട്ടോ. അമ്മ വീട് കാണാൻ പോകുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാനായിട്ടൊക്കെയുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ചേർത്തല പോയി കുറച്ച് സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്തു. പിന്നെ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചടങ്ങൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അതിനൊക്കെ ഓർഡറൊക്കെ കൊടുത്തിട്ടൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വിൽക്കുന്ന ഒരു മീൻ തട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് മീൻ വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ മീൻ വാങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ നോക്കിക്കേ, ജീവനുള്ള 2 മീൻ കേട്ടോ. അതിലൊരെണ്ണത്തിന് ജീവനുണ്ട്. ഇപ്പോൾ നമ്മൾ സ്രാവില്ലേ, സ്രാവിൻ്റെ ഒരു ഇനമായിട്ട് തോന്നുവേ. എന്നാൽ സ്രാവിൻ്റെ രൂപവും കാര്യമൊക്കെ ആണെങ്കിൽ എന്നാൽ എന്തൊക്കെയോ വ്യത്യാസം അതിനുണ്ട്. നോക്കിക്കേ, ആണെന്ന് ആ ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്ക് വശമൊക്കെ കണ്ട ഈ നമ്മുടെ തെരണ്ടി മീനൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു കൗതുകം, എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് കാണുവാണ് ആ മീനിനെ. പിന്നെ നമുക്ക് മേടിച്ച മീനെന്ന് വെച്ചാൽ വറ്റ മീനാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അവിടെ അയലയും വറ്റയും അതുപോലെ പല്ലി മീനൊക്കെ കിടക്കുന്നുണ്ട്. അത് മീനിന് പറയുന്ന പല്ലി മീനെന്നാണ് ചിലരൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ കുട്ടൻ മീനെന്നൊക്കെ പറയും തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വറ്റ ആണ് വാങ്ങിയത്. അപ്പോൾ ഇനി വേഗം തന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ടൊക്കെ അത് റെഡിയാക്കണം. അപ്പോൾ ആ ചേട്ടൻ അതെടുത്ത് ഇങ്ങനെ കാണിക്കുവാണേ. അപ്പോൾ നല്ല മീൻ, ഇങ്ങനെ സ്രാവ് തന്നെയാണ്, അതിങ്ങനെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ കാണിക്കുവാണേ. അപ്പോൾ രാവിലെ അരി മാത്രമേ വെച്ചിട്ടുള്ളൂ, കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെന്നിട്ട് വേണം ഇത് റെഡിയാക്കി കറിയൊക്കെ ആക്കാനായിട്ട്. പിന്നെ എന്തെങ്കിലും മരക്കറിയൊക്കെ വെക്കണം. അപ്പോൾ ഒന്നും ചെയ്യാണ്ടാണ് രാവിലെ ചേർത്തലയ്ക്ക് പോയത്. കറിയുടെ പരിപാടി ഒന്നും ചെയ്യാണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അത് അവിടെ കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ വിൽക്കുന്ന ഒരാൾ നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയൊക്കെ ഓൺ ചെയ്ത് പിടിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഇനി വീട്ടിലോട്ടുള്ള റോഡിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. മെയിൻ റോട്ടിൽ നിന്ന് അങ്ങനെ കയറി വീട്ടിലൊക്കെ എത്തി. ഇനി ഇതാ മീനൊക്കെ കൊണ്ട് ചട്ടിയിലിട്ട് ഇത്തിരി നേരം വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് മീനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറിയാക്കണം. പിന്നെ ഇനി എന്താണ് ഒരു മരക്കറിയും കൂടെ വെക്കണമല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ മീൻകറി റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ വടക്കേ ചവിട്ടുപടിയെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ മീനൊക്കെ വെട്ടാനായിട്ടൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം യാത്രയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇനി ഇരുന്ന് മീൻ വെട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത്രയും നേരം വെള്ളമൊക്കെ ഒഴിച്ചിട്ടു. അതിന് ശേഷം എന്താ മീൻ വെട്ടാനായിട്ട് പോവുകയാണേ.
അപ്പോൾ ഇനിയിപ്പോൾ മീൻ വേഗത്തിൽ തന്നെ കറിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ലേശം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഇത്തിരി ഇഞ്ചിയും അതുപോലെ തന്നെ സവോളയും പച്ചമുളകും അതുപോലെ നമ്മുടെ എടുത്ത് വെച്ച പുളി ഉണ്ടല്ലോ അതെല്ലാം കൂടെ എണ്ണയിലൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുവാണ് കേട്ടോ. ചൂടാക്കിയെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. അതിന് ശേഷം അതിനകത്തേക്ക് എടുത്ത് വെച്ചിരുന്ന പൊടിയെല്ലാം കൂടെ ചേർത്തു. അതിനകത്തേക്ക് പിന്നെ വെള്ളം ഒഴിച്ചു. പിന്നെ അതിനകത്തേക്ക് ഉപ്പൊക്കെ ഇട്ട് കറി വറ്റിക്കാനായിട്ട് വെച്ചു. അതിന് ശേഷം ഉണ്ടല്ലോ ഒരു വാഴപ്പൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൊത്തി എരിഞ്ഞ് കുക്കറിനകത്തേക്ക് ഇത്തിരി ചെറുപയറുമായിട്ടൊന്ന് വേവിച്ചെടുത്തു. അങ്ങനെ വേഗം തന്നെ അത് റെഡിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മീൻകറിയും വറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഉണ്ടല്ലോ ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് സമയം ഇപ്പോൾ ഒരു 3:20 കേട്ടോ. വേണ്ട രാവിലെ ഞാൻ അടിച്ച് തൂത്തൊക്കെ ഇട്ട മുറ്റമാണ് ആകെ പ്രശ്നമായി കിടക്കുക. ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട്. പിന്നെ ഇതേ നോക്കിയ തേക്ക് മരം മൊത്തം ചെപ്പും ചവറും. ഞാനിപ്പോൾ ഇറങ്ങി തന്നെയാന്നോ രാവിലെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പാളയംകുടം കൊലയുണ്ടല്ലോ അതിൻ്റെ ഒരു കായ്ക്ക് നിറം മാറി കിടക്കുന്നുണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ അതിനെ വെട്ടിയെടുത്തില്ലെങ്കിൽ രാത്രി അത് വവ്വാല് കൊത്തും, വവ്വാല് കടിക്കും. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? കാണിച്ചു തരാവേ. ഈ നോക്കിയുണ്ടാ ഒരു കായ് മഞ്ഞ നിറമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവനെ വെച്ചുകൊണ്ടിരിക്കണ്ട, നമുക്ക് വെട്ടിയേക്കാം. ഒരു ഓട്ടോ വരുന്നുണ്ട്. ഞാനൊരു കഷ്ണം അലുവയൊക്കെ എടുത്ത് തിന്നിട്ട് വരുവാണേ. ഇവിടെ ഒരു പൂച്ച ഷെഡിൻ്റെ അകത്ത് കയറിയിരിക്കുമായിരുന്നു. മഴ കഴിഞ്ഞപ്പോൾ അവനും പതുക്കെ പുറത്തിറങ്ങി. ഓട്ടോറിക്ഷ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോരുന്നില്ല, അവിടം വരെ ഉള്ളെന്ന് തോന്നുന്നു. നോക്കാം നോക്കുന്നു. പിന്നെതാ റൂബിപ്പുളിയേൽ കായുണ്ട് കണ്ടോ. ആ പിള്ളേർ മുഴുവൻ പറിച്ചിട്ടുണ്ട്. അവർ മേളിലൊക്കെ കിടക്കുന്നുണ്ട് പഴുത്ത്. കുഞ്ഞുങ്ങളത് കാണുമ്പോഴത്തേക്ക് ഇതവർ ഇതിൻ്റെ താഴെ കപ്പ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി മിക്കവാറും പുളി പറിക്കാൻ കയറി കപ്പക്കമ്മ മുഴുവനും അവർ റെഡിയാക്കണ ലക്ഷണമുണ്ട്. എന്നാ സാറേ ചെരുപ്പ് ഇത് വേണോ? എന്നാ ചെരുപ്പ് ഞാൻ തരാം അങ്ങോട്ട്. മഴയുള്ളത് കാരണം തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ ഇറങ്ങിയേക്ക്. ഞാൻ പിടിച്ചൊക്കെ തരാം, ഹെൽപ്പ് ചെയ്യാം കേട്ടാ. എന്ത് ചെയ്യണം പറഞ്ഞോ? ഇടക്ക് വെച്ച് വെട്ടി ഇങ്ങനെ അപ്പറേ വന്നിക്കായിരുന്നല്ലേ. അല്ലെങ്കിൽ വാഴക്കുല വെട്ടണത് കണ്ട കിട്ടത്തില്ല. ഓക്കേ, ഒരു പഴമുണ്ട് പഴുത്തത്, ഒരു കായ് പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇവൻ മറിഞ്ഞൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. 2-3 ചെറുതായിട്ട് നിറം മങ്ങിയിട്ടുണ്ട്. മതി സാറേ. അവിടെ ആ ഷെഡിൻ്റെ പുറത്ത് ഷീറ്റിൽ തങ്ങി നിന്നോളും ഓല, അതിൻ്റെ വാഴയുടെ ഇല അവിടെ തങ്ങി നിന്നോളും. വാഴക്കുല കാണിക്കട്ടെ. പഴുത്ത കായ, പഴുത്ത കായ. ഇപ്പം പാളയംകുടം ഇതിന് നല്ല വിലയുണ്ട് സാറേ. 50 രൂപയും മറ്റ് കിലോയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നല്ലേ കടയിൽ ചെന്നപ്പോൾ. രസമല്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു. അതിൻ്റെ വാഴക്കുഞ്ഞുങ്ങളൊക്കെ വെട്ടിക്കളയാണ്. എന്തിനാ സാർ അങ്ങനെ വെട്ടിക്കളയണത്? നല്ല വണ്ണം ഉള്ള
വാഴത്തയ്യായിട്ട് വരുന്നുള്ളൂ അല്ലേ. നമുക്ക് നാളെ ഇപ്പോൾ പിണ്ടിക്കറി വെക്കാം, മാറ്റാം. ഒരു കൈ പിടിച്ച് തന്നെ, എനിക്ക് ഒറ്റയ്ക്ക് പൊങ്ങാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അടുത്ത ഭാഗം എൻ്റെ വേറൊരു വേഷമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആകെ ടയേർഡായൊക്കെ ഇരിക്കുവാണേ. കൂൺബെഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രിയിലെ കുറച്ച് കാര്യങ്ങളാണേ. മകനെ ഫ്ലിപ്കാർട്ട് വഴി വരുത്തിയ സംഭവമൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് അറിയില്ല, ഒന്ന് നോക്കാം, എന്നിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോഴാണ് പറയണത്, ഇത് നമ്മൾ നേരത്തെ തന്നെ പൊട്ടിച്ച് നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റത്തില്ല എന്ന്. എന്താണ് സംഭവം എന്ന് നോക്കിക്കളയാം. ചെരുപ്പാണ്, ചെരുപ്പൊന്നും വലിയ ഡാമേജ് ഒന്നും വരാം. ഇത് സ്ത്രീക്ക് വാങ്ങിയത് ഇത്തരം ചെരുപ്പ് തന്നെ വീട്ടിടാൻ. അപ്പൊ നന്ദു അത് തന്നെ വരുത്തിയിരിക്കണത്. ചെരുപ്പിനൊക്കെ ഡാമേജ് ഒന്നും വരത്തില്ലെന്ന് പറയാൻ പറ്റില്ല. നന്ദുവിന് നേരത്തെ ഒരെണ്ണം ഇതുപോലെ വരുത്തിയിട്ടുണ്ടല്ലോ, അതിനകത്ത് ഒരെണ്ണം 2 ഇഞ്ചിന്റെ ആയിരുന്നു, ഒരെണ്ണം 2 സൈസ് ആയിരുന്നു. എന്നിട്ട് പിന്നെ തിരിച്ചു കൊടുത്തിട്ട് റിട്ടേൺ ചെയ്തിട്ട് പിന്നെ വേറെ വാങ്ങിച്ച. കണ്ട, ഇത് മകന് വാങ്ങിയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. അപ്പൊ ഇതില് ഡാമേജ് ഒന്നും ഇല്ല. അപ്പൊ ഇനി ഇത് മാറ്റേണ്ട കാര്യം വരത്തില്ല. നമുക്ക് അടുത്ത് എന്താന്ന് നോക്കാം ഇനി. അപ്പൊ ഓരോങ്ങോട്ട് ഐസറിലോട്ട് പോയി അതിന് ശേഷമാണ് ഇത് വന്നത്. നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. ഇനിയിപ്പൊ നമ്മൾ ഇനി ഇത് അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അല്ലെങ്കിൽ DTDC വഴി അയച്ചു കൊടുക്കാം. നമ്മള് കത്രിക ഇങ്ങോട്ട് കയറ്റി കട്ട് ചെയ്താലുണ്ടല്ലോ എന്തെങ്കിലും ഡാമേജ് നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോയാൽ പണിയാ. എന്തെന്നാ സത്യത്തിൽ ഇതൊന്നും അറിയില്ല. നോക്കിക്കേ, എന്താ ഇത് പറയാവോ? ഒരു വാട്ടർ ബോട്ടിലുണ്ട്, നല്ല കുപ്പിയൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇത് വെയിറ്റ്ലെസ് ആണല്ലോ, കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ ഇത്തിരി ക്വാളിറ്റിക്ക് ഉള്ളൊരു പ്ലാസ്റ്റിക് കൂടിയാണ്. പിന്നെ ഉള്ളത് ഒരു എന്തെങ്കിലുമൊക്കെ ചെറിയ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടാൻ പറ്റുള്ള ബാഗ്. കണ്ടോ, സിബൊക്കെ ഒന്ന് തുറന്നിട്ടേ. ഇന്ന് വൈകുന്നേരം വിളിച്ചപ്പോൾ പറഞ്ഞ അമ്മ ഒന്ന് അഴിച്ചു നോക്കണം കേട്ടോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാറേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഡാമേജ് ഒന്നും കാണുന്നൊന്നുമില്ല, പ്രശ്നമില്ല കേട്ടോ.